സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ഒരു പരിശോധന നടത്താനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ മുംബൈയിലെ ഭവ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യം പരിശോധനയ്ക്കായി VSSCയിലായിരുന്നു സാമ്പിൾ അയച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ VSSC സമർപ്പിച്ച റിപ്പോർട്ട് SITക്ക് കൈമാറുകയും ചെയ്തു. ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കൊടുത്തിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച കോടതി പലവിധ സംശയങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടി VSSCക്ക് ശാസ്ത്രജ്ഞരെ വിളിച്ചു വരുത്തി. അവർക്കതിന് കഴിയാതെ വന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് പാളികളുടെ സാമ്പിളുകൾ കുറച്ചുകൂടി വിശദമായ വിദഗ്ധ പരിശോധനയ്ക്ക് മുംബൈയിലെ ഭവ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്തുന്നത്. SITയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പാളികളിലെ സാമ്പിൾ എടുത്ത് വീണ്ടും പരിശോധന നടത്താനാണ് കോടതി പറയുന്നത്. പാളികൾ ഏതെങ്കിലും തരത്തിൽ മാറിയിട്ടുണ്ടോ? അക്കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം സ്വർണ്ണപ്പാളികൾ നിലവിലുണ്ട്? ഇക്കാര്യങ്ങളൊക്കെ അറിയേണ്ടതാണ്. അയ്യന്റെ സ്വർണം പൂർണ്ണമായും കട്ടെടുത്തുകൊണ്ട് പോയി എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ശരിക്കും അവിടെ ഉള്ളത് യഥാർത്ഥ സ്വർണമാണോ എന്ന ചോദ്യം ഭക്തരടക്കം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടി പരിശോധനകൾക്കായിട്ടാണ് വീണ്ടും മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നത്. കേസിൽ ഇടക്കാല ഉത്തരവാണ് നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ശബരിമലയിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയം പുനർനിർമ്മാണത്തിലും പ്രത്യേക അന്വേഷണം നടത്താനാണ് കോടതിയുടെ നിർദ്ദേശം. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണകാലത്തെ കൊടിമര പുനർനിർമ്മാണത്തിലാണ് പ്രത്യേക അന്വേഷണം നടത്തുന്നത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്ന കാര്യത്തിൽ സംശയം നിൽക്കുന്നുണ്ട്. VSSCയുടെ റിപ്പോർട്ടിലാണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. കൃത്യമായ ഉത്തരം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 1998 മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി സ്വർണത്തിൽ പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല. ഇതാണ് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ സ്വർണ്ണമില്ല എന്നുള്ളതായിരിക്കണം. 1546 ഗ്രാം സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളായിരുന്നു 98 അന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചത്. എന്നാൽ 2019 ഈ പാളികൾ ഇളക്കി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർപെടുത്തി 394.6 ഗ്രാം സ്വർണം പൂശിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത്. അത് വ്യക്തമാക്കുന്ന ഒരു രേഖയും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്നുള്ളതാണ് ഏറെ വിരോധാഭാസം. 40 വർഷത്തെ ഗ്യാരണ്ടിയോടെ ഇത്രയും സ്വർണം പൂശി ക്ലിയർ കോട്ട് അടിച്ചിട്ടും കേവലം 4 വർഷത്തിനുള്ളിൽ എങ്ങനെ സ്വർണം മങ്ങി, ചെമ്പു തെളിഞ്ഞു? ഇതാണ് ചോദ്യം. വളരെ ചെറിയ അളവിൽ സ്വർണം ലേപനം ചെയ്ത് 300 ഗ്രാം സ്വർണമെങ്കിലും സ്മാർട്ട് ക്രിയേഷൻസും പോറ്റിയും ചേർന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കേവലം 100 ഗ്രാമിൽ താഴെ മാത്രം സ്വർണം പൂശി ബാക്കി ഭാഗം 4ൽ 3 ഇവർ അടിച്ചു മാറ്റി എന്നാണ് നിലവിൽ സംശയം പുലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും ദ്വാരപാലക പാളികൾ ഇളക്കി സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനായി SIT ഒരുങ്ങുന്നത്. മാസപൂജയ്ക്കായി അടുത്ത ആഴ്ച നട തുറന്ന ശേഷം സാമ്പിൾ ശേഖരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സാമ്പിൾ ശേഖരിക്കണമെങ്കിൽ പോലും ദേവന്റെ അനുജ്ഞ അനിവാര്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ കുംഭം 1 ഫെബ്രുവരി 13 തന്നെ സാമ്പിൾ ശേഖരിക്കാനും കഴിയും. 2019 സ്വർണം പൂശിയ പാളികളുടെ നിറം മങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 7 വീണ്ടും പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലെത്തിച്ച് സ്വർണം പൂശി 9.7 ഗ്രാം സ്വർണം അധികമായി പൂശിയെന്നാണ് സ്ഥാനമൊഴിഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പറഞ്ഞിരിക്കുന്നത്. പ്രശാന്തും വീട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം പൂശിയ സ്വർണത്തിന് മുകളിലാണ് രണ്ടാമത്തെ പൂശൽ നടന്നത്. എങ്കിലും പഴയ സ്വർണവും പുതിയതും വേർതിരിച്ചറിയാനായി സാധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അങ്ങനെ പരിശോധന നടത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇനി പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോടതി എന്തായിരുന്നാലും ഈ കേസ് ഇപ്പോൾ അടച്ചിട്ട മുറിയിലാണ് പരിഗണിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 19 വീണ്ടും ഈ കേസ് പരിഗണിക്കും. ഈ സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേസിൽ റിമാൻഡിൽ കഴിയുന്ന അടുത്ത വ്യക്തിയായിട്ടുള്ള മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള N വാസു സമർപ്പിച്ച ജാമ്യ ഹർജിയിലും കോടതി നാളെ വാദം കേൾക്കാനിരിക്കുകയാണ്. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് N വാസു ജാമ്യാപേക്ഷയുമായി സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. ഉറപ്പായും ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, നാളെ തൊട്ട് സമർപ്പിക്കാനും പോകുന്നില്ല. കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് വാസു പ്രതിയായിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാകട്ടെ പുറത്ത് വിലസുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയിൽ കുറ്റപത്രം ഈ അടുത്ത് നൽകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടി തന്നെയാണ് SIT വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കുറ്റപത്രം ഈ മാസവും എന്തായിരുന്നാലും നൽകാൻ സാധ്യതയില്ല. കുറ്റപത്രം വൈകുന്നതിനെ തുടർന്ന് ഇരു കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയത് ഏറെ വിമർശന വിധേയമായിരുന്നു. SITയുടെ അന്വേഷണത്തെ പോലും പലരും ചോദ്യം ചെയ്തു. പോറ്റിയെ കൂടാതെ മുരാരി ബാബുവിനും ശ്രീകുമാറിനും ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ വാസുവിന് പിന്നാലെ ജയിലിൽ കഴിയുന്ന മറ്റുള്ളവർക്കും ഓരോ ദിവസം കഴിയും തോറും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായി വരികയാണ്.
ഇനി 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിലും 2025 ദ്വാരപാലക ശില്പപാളികൾ വീണ്ടും സ്വർണം പൂശാനായി പോറ്റിക്ക് കൊടുത്തുവിട്ട കേസിലുമൊക്കെ പ്രത്യേകം കേസെടുത്ത് മുന്നോട്ട് നീങ്ങാനാണ് SITയുടെ ആലോചന. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കേസുകളിലുമായി വീണ്ടും ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് പിന്നെയും അഴിക്കുള്ളിലാക്കാനായി സാധിക്കും. അന്വേഷണം നടത്താൻ ഹൈക്കോടതി അനുമതി കൊടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണം ഉറപ്പായും വരും, ഇതിലും അറസ്റ്റ് നടക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം, കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതികൾ ഒരുപക്ഷെ എത്തിയേക്കും. കാരണം അത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡായിരുന്നു അത് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതുവഴി അനധികൃത പണപ്പിരിവും വാജ്യവാഹനം ഉൾപ്പെടെയുള്ളവയുടെ അനധികൃത കൈമാറ്റവും നടന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേസെടുത്തു കഴിഞ്ഞാൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കായിരിക്കും അത് വലിയ തലവേദനയായി മാറുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ അങ്ങനെ ഒരു ധൃതി വെച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതില്ല. SIT എന്തായിരുന്നാലും അവരുടേതായ ഭാഗത്ത് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ധൃതിയും കാട്ടാതെ കൃത്യമായി പഴുതുകൾ അടച്ചുകൊണ്ട് മാത്രം പ്രതികളിലേക്ക് എത്തിയാൽ മതിയെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ പ്രതികളായിട്ടുള്ള മുരാരി ബാബുവിനെയും ശ്രീകുമാറിനെയും വിശദമായി ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മറ്റു പ്രതികളെയും ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഈ പറഞ്ഞതുപോലെ SIT ചെയ്തതുപോലെ 90 ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാനെങ്കിലും EDക്കും കഴിയണം. അതല്ല എങ്കിൽ ഈ പ്രതികൾ വളരെ എളുപ്പത്തിൽ ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കാതെ പൂട്ടിയാൽ അട്ടപട്ടലം പൂട്ടുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് SIT ഉള്ളത്. പ്രതികൾ ജയിൽ മോചിതരാകുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് മേലുള്ള വിശ്വാസ്യതയുടെ ഭാഗത്ത് ഒരു കോട്ടം തട്ടുന്ന രീതിയിലാകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നില്ല എന്നാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. പരിപൂർണ തെളിവുകളുമായി തന്നെ ആയിരിക്കും കോടതിയെ സമീപിക്കുക. പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം കൃത്യസമയത്ത് നൽകുകയും ചെയ്യുമെന്നാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ജാഗ്രതയിൽ തന്നെയാണ് അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ ED അന്വേഷണം തുടങ്ങിയെങ്കിലും ജനുവരി 9 എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തത്. ഇതിനുശേഷം ജനുവരി 20 കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉൾപ്പെടെയുള്ള 21 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി നിർണായകമായ പല രേഖകളും പിടിച്ചെടുത്തു. പ്രതികളുടെ ചോദ്യം ചെയ്യലുകൾക്ക് തുടക്കമിട്ടത് ഫെബ്രുവരി 3. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ആഴ്ച ജയിൽ മോചിതനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാനുള്ള സമൻസും ഉടൻ തന്നെ നൽകും. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിൽ ഇതുവരെ പ്രതികളാക്കാത്ത, ഇതുവരെ ആരും തന്നെ കാണാത്ത പലരും ഇതിലേക്ക് കടന്നു വരാനായി പോകുന്നതെന്നാണ് കരുതുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ്, നടൻ ജയറാം എന്നിവരുൾപ്പെടെ ഈ പട്ടികയിൽ ഒരുപക്ഷെ ഇടം നേടിയേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാണ് SITക്ക് വലിയ വെല്ലുവിളിയുള്ളത്. പക്ഷേ EDയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയല്ല. EDക്ക് അതല്ല പ്രധാനമായി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ശബരിമലയിൽ നിന്നും സ്വർണം മോഷണം പോയി എന്ന് ഉറപ്പിക്കുക മാത്രമാണ് അന്വേഷണ സംഘം ചെയ്യുക. അത് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ സ്വത്തെത്ര സമ്പാദിച്ചിട്ടുണ്ട്, എത്ര പണവിനിയോഗം നടത്തിയിട്ടുണ്ട്, അതൊക്കെ കണ്ടുകെട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി EDയെ സംബന്ധിച്ച് മുന്നിലുള്ള വിഷയം. അത് ഉറപ്പായും അവർ കണ്ടെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല.